ശബരിമല യുവതീ പ്രവേശനത്തിലെ സർക്കാരിന്റെ നിലപാട് മാറ്റം സുപ്രീം കോടതിയെ അറിയിക്കാൻ ഹിയറിംഗ് വേളയിൽ അവസരം ലഭിക്കുമെന്ന് നിയമവിദഗ്ധൻ എം.ആർ. അഭിലാഷ്. പക്ഷേ അത് ഉടനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. 9 അംഗ ബെഞ്ച് എപ്പോൾ കേസ് കേൾക്കുന്നോ, നിലപാട് അറിയിക്കാൻ എപ്പോൾ അവസരം ലഭിക്കുമെന്നോ അത് അറിയാൻ കഴിയില്ല എന്നും എം.ആർ. അഭിലാഷ് വ്യക്തമാക്കി. അന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്ന ന്യായാധിപരാരും തന്നെ ഇന്നില്ല എന്നതുകൊണ്ട് തന്നെ ചീഫ് ജസ്റ്റിസ് വീണ്ടും ഒരു 5 അംഗ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സമീപകാലത്തൊന്നും ആ 9 അംഗ ബെഞ്ചിൻ്റെ തീരുമാനം വരാൻ പോകുന്നില്ല. അങ്ങനൊരു ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാനുള്ള സാധ്യതയും വിദൂരമാണ്. എന്നതുകൊണ്ട് എപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നിലപാട് മാറ്റം എപ്പോഴാണ് വ്യക്തമാക്കാൻ കഴിയുന്നത് എന്നതിനെ സംബന്ധിച്ചൊക്കെ അനിശ്ചിതാവസ്ഥയാണ്. പക്ഷേ സർക്കാരിനാണെങ്കിലും ദേവസ്വം ബോർഡിനാണെങ്കിലും ഈ 9 അംഗ ബെഞ്ച് കേസ് കേൾക്കുന്ന വേളയിൽ തങ്ങളുടെ നിലപാടുകൾ തെറ്റായിരുന്നുവെന്നും അതിന് യഥോചിതമായിട്ടുള്ള കാരണങ്ങൾ നിരത്തി അങ്ങനെ ഹിയറിംഗ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്കത് ഉന്നയിക്കാൻ കഴിയും. നിലപാട് തെറ്റായിരുന്നു എന്ന നിയമപരമായ കുറ്റസമ്മതത്തോടുകൂടി അത്തരമൊരു സമീപനം സ്വീകരിക്കുവാനും ഭരണഘടനാപരമായിട്ട് ഉയർന്ന ചോദ്യങ്ങൾക്കുള്ള ഹിയറിങ്ങിൻ്റെ വേളയിൽ അത്തരമൊരു വാദമുഖം ഉന്നയിക്കുവാനുമുള്ള ആ ഒരു ദൃഢത ദേവസ്വം ബോർഡും സർക്കാരും കാട്ടുമോ എന്ന് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഉടനെ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. അത്തരമൊരു നിലപാടെടുത്താൽ തന്നെ അത് എപ്പോഴാണോ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അന്ന് മാത്രമേ അത് കോടതിയുടെ മുൻപിൽ ഉന്നയിക്കാൻ കഴിയൂ. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. എന്തായിരിക്കും അടുത്ത നീക്കം? എന്താണ് വിശദ വിവരങ്ങൾ അർജുൻ? മോത്തി, എന്തായാലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് മുൻപായിട്ടുള്ള ഈ നിലപാട് മാറ്റം അത് ചർച്ചയാകുന്നുണ്ട്, വലിയ രീതിയിൽ ചൂട് പിടിക്കുന്നുണ്ട്. ഇതെന്തായാലും സുപ്രീം കോടതിയിൽ എത്തുന്ന സമയത്തൊക്കെ ആയിരിക്കും ആ നിലപാട് മാറ്റം ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിനും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനും എല്ലാം ഒരു അവസരം ലഭിക്കുക. പക്ഷേ അത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതിൻ്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ചും നിലവിൽ വലിയ വ്യക്തതയില്ലാതെ തന്നെ തുടരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ചും ഇപ്പോൾ നേരത്തെ അഭിഭാഷകനടക്കം പറയുന്നത് പോലെ സുപ്രീം കോടതിക്ക് മുൻപുണ്ടായിരുന്ന അഭിഭാഷകരോ ജസ്റ്റിസുമാരോ നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഈ നടപടിക്രമങ്ങൾ പ്രോസസ്സ് അതിലൂടെ തന്നെ എല്ലാം വീണ്ടും പോകേണ്ടി വരും. ഒരു 9 അംഗ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. ഇതെല്ലാം എപ്പോൾ എന്നുള്ള കാര്യം ഒക്കെ ഇങ്ങനെ എന്നെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. മറ്റ് തിരക്കുകളെല്ലാം തന്നെ ഉള്ളത് കൊണ്ടും മാത്രമല്ല തിരഞ്ഞെടുപ്പ് അടുക്കുകയാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിലത്തെ ചൂടേറി വിവാദമായി വരുന്നുണ്ടെങ്കിൽ പോലും ഇത് എപ്പോൾ എങ്ങനെ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ലാതെ തുടരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് എന്തായാലും ഇപ്പോൾ പറയാൻ സാധിക്കുക. അനിശ്ചിതത്വം തുടരുകയാണ്. പക്ഷേ ഹിയറിംഗിൻ്റെ സമയത്ത് എന്തായാലും ഈ നിലപാട് മാറ്റം അത് ഏത് രീതിയിലാണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് സ്വാധീനിച്ച ഘടകം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയിക്കാൻ, കോടതിയെ അറിയിക്കാൻ, ഈ ബെഞ്ചിനെ അറിയിക്കാൻ സർക്കാരിനും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനും അവസരം ലഭിക്കും. എന്തായാലും ഈ ഇത്തരത്തിൽ ഈ ആഗോള അയ്യപ്പ സംഘത്തിന് മുൻപ് തന്നെ ഈ വിശ്വാസങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയിട്ടുള്ള നിലപാട് മാറ്റമാണ് സർക്കാരിനും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനും നിലവിലുള്ളത് എന്നുള്ളൊരു ഘട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ. ശരി, അർജുൻ പീതാംബരനാണ് വിശദവിവരങ്ങൾ നൽകിയത്. ഏതായാലും ബോർഡ് നിലപാട് മാറ്റുമോ, അത് അറിയിക്കാൻ അവസരമുണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്.